തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ മോഷണം. 2 കോടി രൂപ വിലമതിക്കുന്ന ആനക്കൊമ്പുകളാണ് മോഷണം പോയത്. DJ പാർട്ടിക്കായി വന്നവരാണ് ഈ മോഷണം നടത്തിയത് എന്നാണ് FIR. VV അരുൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഈ മിലിറ്ററി ക്യാമ്പിലൊക്കെ കയറി മോഷ്ടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതും അത്ഭുതപ്പെടുന്നതാണ്, പ്രത്യേകിച്ചും ആനക്കൊമ്പ് പോലുള്ള കാര്യങ്ങൾ. ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ്? തീർച്ചയായിട്ടും വളരെ സുരക്ഷാ പ്രാധാന്യമുള്ള സ്ഥലമാണ്, സുരക്ഷാ ക്രമീകരണമുള്ള സ്ഥലമാണ്. ഡ്യൂട്ടിയിലുള്ള മിലിറ്ററി ഉദ്യോഗസ്ഥരുടെ, പട്ടാള ഉദ്യോഗസ്ഥരുടെ അനുമതിയില്ലാതെ അവരുടെ സുരക്ഷാ പരിശോധന മറികടക്കാതെ ആർക്കും അകത്തേക്കും പുറത്തേക്കും പോകാൻ കഴിയാത്ത ഇടമാണ്. തിരുവനന്തപുരത്ത് പാങ്ങോട് നിന്ന് പൂജപ്പുരയിലേക്കുള്ള വഴിയിൽ പോലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ്. അവിടെ വാഹനം നിർത്തിടാൻ പോലും അനുവദിക്കാത്തൊരു സ്ഥലം. അത്രയധികം സുരക്ഷാ ക്രമീകരണങ്ങളുള്ള മിലിറ്ററി ക്യാമ്പ്, അതിനുള്ളിൽ കടന്നാണ് മോഷണം നടത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പൂജപ്പുര പോലീസിന്റെ FIRൽ പറയുന്നത് ഇപ്രകാരമാണ്: ഏതോ പ്രതിക്ക് പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ കോമ്പൗണ്ടിൽ സൂക്ഷിച്ചിരുന്ന ആനക്കൊമ്പുകൾ മോഷണം ചെയ്തു കൊണ്ടുപോകണം എന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിലെ ഓഫീസേഴ്സ് മെസ്സിൽ ഏതോ വിധം അതിക്രമിച്ചു കയറി ആ മെസ്സിൽ സൂക്ഷിച്ചിരുന്ന 2 കോടി രൂപ വിലമതിക്കുന്ന 2 ആനക്കൊമ്പുകൾ 11/2/2020 കഴിഞ്ഞ 11-ാം തീയതിക്കും 12-ാം തീയതിക്കും ഇടയിൽ, തീയതി രാവിലെ 9 മണിക്കും ഇടയിലുള്ള ഏതോ സമയം മിലിറ്ററി സ്റ്റേഷനിൽ DJ പാർട്ടി നടത്തുമായി ബന്ധപ്പെട്ട് വന്ന ആരോ മോഷണം ചെയ്തു കൊണ്ടുപോയി എന്നാണ് ഈ FIR പറഞ്ഞത്. അതായത് അവിടെ DJ പാർട്ടി അന്ന് നടന്നിരുന്നു. ആ DJ പാർട്ടിക്ക് വന്നവരാണ്, പുറത്തുനിന്ന് 18 പേരടങ്ങുന്ന സംഘമാണ് അവിടെ DJ പാർട്ടിക്ക് എത്തിയത്. ഓഫീസേഴ്സ് മെസ്സിലാണ്, ക്യാമ്പിലെ ഓഫീസേഴ്സ് മെസ്സിലാണ് ഈ ആനക്കൊമ്പുകൾ സൂക്ഷിച്ചിരുന്നത്. അവിടെ ആ ആനക്കൊമ്പുകളാണ് മോഷണം പോയിരിക്കുന്നത്. ഇതിന് വലിയ പഴക്കമുള്ള ഒരു ആനക്കൊമ്പുകളാണ്. 1929, ഏതാണ്ട് 100 വർഷത്തോടടുത്ത് 97 വർഷം പഴക്കമുള്ള, അല്ലെങ്കിൽ 97 വർഷം ഇത് മിലിറ്ററിക്ക് ലഭിച്ചിട്ട് അന്നത്തെ സർക്കാർ മിലിറ്ററി ക്യാമ്പിന് കൈമാറിയ, അന്നത്തെ ഉദ്യോഗസ്ഥന് കൈമാറിയ ആനക്കൊമ്പുകളാണ്, സൈന്യത്തിന് കൈമാറിയ ആനക്കൊമ്പുകളാണ്. അതാണിപ്പോൾ മോഷണം പോയിരിക്കുന്നത്. ക്ലബിലെ ഈ DJ പാർട്ടിക്ക് എത്തിയ ഓഫീസേഴ്സ് മെസ്സിൽ DJ പാർട്ടിക്ക് എത്തിയവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. 18 പേരടങ്ങുന്ന സംഘമാണ് അന്ന് DJ പാർട്ടിക്ക് എത്തിയത്. അവരെ കേന്ദ്രീകരിച്ചപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തീക്കട്ടയിലൊക്കെ ഉറുമ്പരിക്കുമെന്ന് പറയുന്നത് പോലെയുള്ള സംഭവമായി നമുക്കിതിനെ കാണണം. കാരണം അത്രയധികം സുരക്ഷാ പ്രാധാന്യമുള്ള, അത്രയധികം സുരക്ഷയുള്ള ഒരു സ്ഥലത്തു നിന്നാണ് മോഷണം പോയിരിക്കുന്നത്. അതീവ ഗൌരവത്തോടു കൂടി ഇത് മിലിറ്ററി കാണുന്നുണ്ടെന്ന് ഉറപ്പാണ്. അതുപോലെ തന്നെ പോലീസും ഈ പ്രതികൾക്കായുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അധികം വൈകാതെ പ്രതികൾ പിടിയിലാവാൻ തന്നെ സാധ്യത. കാരണം ഈ 18 പേർ ഏത് DJ സംഘം എന്ന കാര്യമൊക്കെ കൃത്യമായി പോലീസിനും മിലിറ്ററി ഉദ്യോഗസ്ഥർക്കും അറിവുള്ളതാണ്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ പ്രതികളിലേക്ക് എത്തും. ഈ സംഘത്തിലുള്ളവർ നേരത്തെ പ്ലാൻ ചെയ്ത് തന്നെയാണോ ഇത്തരം കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്നറിഞ്ഞ് പ്ലാൻ ചെയ്ത് വന്നാണ് കാര്യത്തിലേക്ക് വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പൂജപ്പുര പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന FIRലുള്ളത്. അരുൺ, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ 2 ആനക്കൊമ്പുകളൊക്കെ മിലിറ്ററി ക്യാമ്പിൽ മോഷ്ടിക്കണമെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള ആസൂത്രണം വേണം. അപ്പോൾ DJ പാർട്ടിക്കായി എത്തിയ ജോലിക്കാർ പുറത്തുനിന്ന് എത്തിയെന്ന് പറയുന്നു. ഇനി അവരിലേക്കാണ് സംശയം പോകുന്നത്. ഇനി ഈ ഒരു മിലിറ്ററി ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ വേണ്ടത്ര പരിശോധനയൊന്നും ഇല്ല എന്നുള്ള ഒരു സാഹചര്യം കൂടിയില്ല. അവിടെയും ഒരു വീഴ്ച സംഭവിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും സുരക്ഷാ പരിശോധനകൾ കർശനമാണ്. നമ്മൾ പലതവണ മിലിറ്ററി ക്യാമ്പിൽ മിലിറ്ററിയുടെ പല പരിപാടികൾക്കായി പോയിട്ടുണ്ട്. അവിടെ തൊട്ടടുത്ത ഒരു സൈനിക സ്കൂളുണ്ട്. അവിടെ ഗ്രൗണ്ടിൽ പുറത്തുനിന്നുള്ളവർക്ക് നേരത്തെയൊക്കെ പ്രവേശനം ലഭിക്കുമായിരുന്നു. അവിടെ ഗ്രൗണ്ട് ഒരു ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കളിക്കുന്ന മൈതാനമാണ്. അവിടെ കടക്കണമെങ്കിൽ പോലും ഈ മിലിറ്ററിയുടെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ കടന്നു വേണം അതിനുള്ളിലേക്ക് പോകാൻ. ആ ഗ്രൗണ്ടിൽ പോകണമെങ്കിൽ പോലും ഇവരുടെ ഓഫീസുകളിലേക്കോ ബസ്സിലേക്കോ അല്ലെങ്കിൽ ഇവരുടെ വാർത്താ സമ്മേളനങ്ങളിലൊക്കെ പോകുമ്പോഴാകട്ടെ വലിയ സുരക്ഷാ പരിശോധനകളാണ്. മാധ്യമ സ്ഥാപനങ്ങളുടെ വാഹനങ്ങളാണെങ്കിൽ പോലും വളരെ കൃത്യമായി പരിശോധിച്ച് മാത്രം. അത്രയധികം സുരക്ഷാ പ്രാധാന്യമുള്ള സ്ഥലമാണ് മിലിറ്ററിയുടെ. നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നാണ് തെക്കൻ കേരളത്തിലെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പ്. അതുകൊണ്ട് തന്നെ അവിടെ കടക്കുമ്പോൾ അതീവ സുരക്ഷാ ക്രമീകരണം ഉണ്ടാകും. സ്വാഭാവികം പുറത്തു പോകുമ്പോഴും അത്തരം പരിശോധന ഉണ്ടാകാം. വളരെ വിലപിടിപ്പുള്ള സംഭവങ്ങളൊക്കെ ഇതുപോലെ ബന്ധപ്പെട്ട വലിയ സാധനങ്ങളൊക്കെ മിലിറ്ററി ക്യാമ്പുകളിലും മെസ്സുകളിലൊക്കെ സൂക്ഷിക്കാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഘങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികം പരിശോധിക്കേണ്ടതാണ്. ഇത് ഒരു കാര്യം ഉറപ്പിക്കാം, പുറത്തു പോയപ്പോൾ പരിശോധന നടന്നിട്ടില്ല. നടന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ആനക്കൊമ്പ് പുറത്തു കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെയൊക്കെ സഹായമോ സഹകരണമോ ഒക്കെ വേണം. അതുണ്ടോ എന്ന കാര്യമൊക്കെ അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. ഏതായാലും വളരെ വലിയൊരു സുരക്ഷാ വീഴ്ച കൂടിയോടെ സംഭവിച്ചിരിക്കുന്നു. കേവലം ഈ 2 കോടി രൂപയുടെ സ്വർണ്ണക്കൊമ്പ് പോയി എന്നുള്ളത് മാത്രമല്ല, ആനക്കൊമ്പ് പോയി എന്നുള്ളത് മാത്രമല്ല, അതിന്റെ വിലയേക്കാളേറെ മിലിറ്ററി ക്യാമ്പിൽ അത്ര ഒരു മോഷണം നടന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകമായ, ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം.
അതുകൊണ്ട് അത് മാത്രമല്ല ഈ FIR-ലെ ഉള്ളടക്കം കൂടി അമ്പരപ്പിക്കുന്നതാണ്. മിലിറ്ററി സ്റ്റേഷന്റെ കോമ്പൗണ്ടിൽ സൂക്ഷിച്ചിരുന്ന ആനക്കൊമ്പുകൾ മോഷണം ചെയ്ത് കൊണ്ടുപോകണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിലെ ഓഫീസേഴ്സ് മെസ്സിൽ അതിക്രമിച്ചു കയറി എന്നാണ് പറയുന്നത്. അപ്പോൾ അതും അമ്പരപ്പുണ്ടാക്കുന്നതല്ലേ, ഒരു സാധാരണ ഇടമല്ലല്ലോ. അതാണ് സാധാരണക്കാരായ ജനങ്ങൾ ഇത് കേൾക്കുകയാണെങ്കിൽ ഒന്ന് തല പോയിക്കും. സ്വാഭാവികമായി ഒരു കേസിൽ FIR ആ രീതിയിൽ മാത്രമേ പോലീസ് ഫ്രെയിം ചെയ്യാറുള്ളൂ. അതിക്രമിച്ച് കയറി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവർ അവിടെ എത്തിയത് DJ പാർട്ടി മിലിറ്ററി ക്യാമ്പിൽ ഉദ്യോഗസ്ഥർ ക്ഷണിച്ചത് തന്നെയാകാം. പക്ഷേ ഈ മോഷണത്തിലേക്ക് പോയത് ഒരു അതിക്രമം എന്ന് തന്നെ, അതായത് ഈ മോഷണ വസ്തു അല്ലെങ്കിൽ ഈ ആനക്കൊമ്പ് സൂക്ഷിച്ച സ്ഥലത്തേക്ക് അവർക്ക് പോകാൻ കഴിയുമായിരിക്കും. പക്ഷേ അതിനപ്പുറത്തേക്ക് അത് മോഷ്ടിക്കണമെങ്കിൽ അത് ആരുടെയും അനുമതിയോടുകൂടി ആവാൻ ഇടയിൽ. അതുകൊണ്ടാണ് അതിക്രമിച്ചു കയറി എന്ന ഒരു പരാമർശം ചേർത്തതെന്ന് വേണം നമുക്ക് കരുതാൻ. ഏതായാലും അങ്ങനെ മിലിറ്ററി ക്യാമ്പിൽ അതിക്രമിച്ചു കയറി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥങ്ങൾ വേറെയാണ്. പക്ഷേ ഇത് സ്വാഭാവികമായി FIR ഉദ്ദേശിച്ചിരിക്കുക ഇത്തരത്തിൽ ആ ഭാഗത്തേക്ക് ആനക്കൊമ്പുകൾ സൂക്ഷിച്ച സ്ഥലത്തേക്ക് DJ പാർട്ടിക്ക് പോകേണ്ട ആവശ്യമില്ല, അതിലുള്ള സംഘത്തിലുള്ളവർക്ക് പോകേണ്ട ആവശ്യമില്ല. ആ ഭാഗത്തേക്ക് അവർ സ്വാഭാവിക അതിക്രമിച്ചു കയറി തന്നെയാണ്. മോഷണം എന്ന ലക്ഷ്യമുള്ളതുകൊണ്ട് തന്നെ അവർ അത് അതിക്രമിച്ചു തന്നെ കയറിയിരിക്കണം. ഏതെങ്കിലും ഒരു കയ്യിലൊതുങ്ങുന്ന സാധനമൊന്നും ആയിരിക്കില്ല ഈ ആനക്കൊമ്പ്. വലിയ വലിപ്പമുള്ള 2 ആനക്കൊമ്പുകൾ ആയിരിക്കണം. അതിന്റെ വലിപ്പവും മറ്റു വിവരങ്ങളും ഒക്കെ വൈകാതെ ലഭ്യമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്തരം ഒരു ആനക്കൊമ്പ് മോഷ്ടിക്കണമെങ്കിൽ സ്വാഭാവികമായും അത് അതിക്രമിച്ചു തന്നെ കയറിയെന്ന് FIR രജിസ്റ്റർ ചെയ്യേണ്ടി വരും. ഏതായാലും വളരെ ഗൌരവമുള്ള ഒരു സംഭവമാണ്. ഇത്രയധികം സുരക്ഷാ പ്രാധാന്യമുള്ള, സുരക്ഷാ ക്രമീകരണങ്ങളുള്ള, സുരക്ഷാ സന്നാഹങ്ങളുള്ള, തോക്കേന്തിയ സൈനികർ എപ്പോഴും കാവൽ നിൽക്കുന്ന ഒരു ക്യാമ്പ്, മിലിറ്ററി ക്യാമ്പ്, അവിടെ കടന്നു കയറി അത് മോഷ്ടിക്കാൻ ധൈര്യപ്പെട്ടവർ, അവർക്ക് ഇനി ഒരു കാര്യം അറിയേണ്ടത് അവരുടെ മാത്രം ലക്ഷ്യമാണോ, അല്ലെങ്കിൽ എത്ര ധൈര്യം കാട്ടിയവരാണോ, അല്ലെങ്കിൽ അകത്തുള്ള സഹായം കൂടി അവർക്ക് ലഭിച്ചിട്ടുള്ള കാര്യമാണ് അറിയേണ്ടത്. കാരണം അത്രയധികം ധൈര്യമുള്ള ആളുകൾക്ക് മാത്രമേ മിലിറ്ററി ക്യാമ്പിൽ കയറുന്ന അത്തരം ഒരു മോഷണം നടത്താൻ കഴിയൂ. ഈ സംഘത്തിലുള്ളവർക്ക് നേരത്തെ മോഷണ പശ്ചാത്തലമുണ്ടോ, അല്ലെങ്കിൽ ഈ പുരാവസ്തു അല്ലെങ്കിൽ ആനക്കൊമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിൽപ്പന നടത്തുകയോ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോവുകയോ ഉള്ള സ്ഥിരം സംഘങ്ങളുടെ ഭാഗമുള്ള ആരെങ്കിലും ഇതിലുണ്ടോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. വി അരുൺ വിവരങ്ങൾ നൽകിയത്. അരുൺ സൂചിപ്പിച്ചതുപോലെ ഒരു വൻ ആസൂത്രണം അതിൻ്റെ അകത്തുണ്ട്. കാരണം ഒരു മിലിറ്ററി ക്യാമ്പിലൊക്കെ കയറി ആനക്കൊമ്പ്, അതും 2 എണ്ണം മോഷ്ടിച്ചുകൊണ്ടൊക്കെ പോകാനുള്ള ധൈര്യം, അത് ഏത് കൊടിയ കള്ളനാണെങ്കിൽ പോലും അത് സമ്മതിക്കണം. അമ്മാതിരി മോഷണമാണ് മിലിറ്ററി ക്യാമ്പിൽ നടത്തിയത്. തോക്കേന്തിയ സുരക്ഷാ ഉദ്യോഗസ്ഥർ കാവലുള്ള മിലിറ്ററി ക്യാമ്പിൽ നിന്നാണ് 2 ആനക്കൊമ്പ് ഇപ്പോൾ മോഷണം പോയിരിക്കുന്നത്. 2 കോടി രൂപയിലേറെ വില മതിക്കുന്നതാണ് എന്നാണ് വിവരം. എന്നാണ് DJ പാർട്ടിക്ക് അവിടെ എത്തിയ ജോലിക്കാരാണ് അതിന് പിന്നിൽ എന്നുള്ളതാണ് കരുതുന്നത്. എന്താണ് FIR ഇട്ടു. നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ ലഭ്യമാകും. അരുൺ തന്നെ നൽകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യും.